നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം. നോർത്ത് പറവൂരിലെ പി ഗീതാദേവിയാണ് പരാതിക്കാരി. പരാതി നോക്കാം. ഞാൻ 70 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. ഏകദേശം 9 വർഷത്തോളം പറവൂരിലുള്ള ഒരു സ്കൂളിൽ ആയയായി ജോലി നോക്കിയിരുന്നു. ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. 2025 ജൂൺ മാസത്തിൽ സ്കൂളിൽ നിന്നും രാജിവെച്ചു വന്നു. എന്റെ PF നാളിതുവരെയായും ശരിയായിട്ടില്ല. ഇതേക്കുറിച്ച് PF ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആധാർ കാർഡിൽ ജനന തീയതി തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. തുടർന്ന് ആധാർ കാർഡ് ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. PF ഓഫീസിൽ ഏകദേശം 3 തവണയെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. അവർ പറയുന്നത് സ്കൂളിലെ അധികൃതരാണ് ഈ തെറ്റ് തിരുത്തേണ്ടത് എന്നതാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. ധാരാളം ശാരീരിക അവശതകളുമുണ്ട്. ആയതിനാൽ എന്റെ PF ശരിയായി കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? PF സംബന്ധമായ ഈ പരാതി നിയമവേദി എറണാകുളം കലൂരിലുള്ള PF ഓഫീസിലെ PRO ജയശ്രീ ശ്രീകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ ഇക്കാര്യം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ്. താങ്കളുടെ പരാതി നിയമവേദി മുഖേന കിട്ടിയതനുസരിച്ച് PF ഓഫീസിൽ നിന്നും സ്കൂൾ അധികൃതരെ ബന്ധപ്പെടുകയുണ്ടായി. അവർ അറിയിച്ചതനുസരിച്ച് താങ്കൾ ഈ ആധാറും മറ്റു ID പ്രൂഫുകളും സഹിതം സ്കൂളുമായി ബന്ധപ്പെടുവാൻ അറിയിച്ചുകൊള്ളുന്നു. മറ്റു അനുബന്ധ നടപടികൾ സ്കൂൾ അധികൃതർ ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. PF ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട സ്കൂളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മറുപടിയിൽ നിന്ന് മനസ്സിലാവുന്നത്. പരാതിക്കാരി സ്കൂളുമായി ബന്ധപ്പെടുക. അടുത്ത പരാതി പെരുമ്പാവൂരിനടുത്ത് ഒക്കൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അന്നമ്മ വർഗീസിന്റേതാണ്. പരാതി നോക്കാം. ഞങ്ങൾ പെരുമ്പാവൂരിനടുത്തുള്ള ഒരു ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ നിന്നും ഒരു TV 41,900 രൂപയ്ക്ക് 2023 വാങ്ങിച്ചിരുന്നു. 3 വർഷം വാറണ്ടിയുള്ള TV 2.5 വർഷമായപ്പോൾ കംപ്ലൈന്റ് ആയി. തുടർന്ന് ഈ വിവരം ഈ സ്ഥാപനത്തിൽ വിളിച്ചു പറയുകയും അവർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് TVയുടെ കമ്പനിയിൽ നിന്നും ടെക്നീഷ്യൻ വരികയും പരിശോധന നടത്തുകയും തുടർന്ന് TVയുടെ പാനൽ പോയതായി അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അവർ അത് പുനഃസ്ഥാപിച്ച് തരികയും ചെയ്തതാണ്. എന്നാൽ പുനഃസ്ഥാപിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും TV സ്ക്രീനിൽ വരകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയും TV കംപ്ലൈന്റ് ആവുകയും ചെയ്തു. ഉടൻ തന്നെ ആലുവയിലുള്ള ഈ കമ്പനിയുടെ ഓഫീസിൽ അറിയിച്ചു. ടെക്നീഷ്യൻ വന്ന് ഇത് പരിശോധിച്ചപ്പോൾ 4 ദിവസം മുമ്പ് മാറ്റിവെച്ച TVയുടെ പാനൽ കംപ്ലൈന്റ് ആണ് എന്നാണ് പറഞ്ഞത്. തുടർന്ന് വീണ്ടും പാനൽ മാറ്റിവെക്കണമെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഞങ്ങൾ പുതിയ പാനൽ ആവശ്യമില്ല എന്നും പുതിയ TVയോ അല്ലെങ്കിൽ തുകയോ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിരന്തരമായ വാദപ്രതിവാദങ്ങൾക്കു ശേഷം മൊത്തം തുകയായ 41,900 രൂപയുടെ 17% കുറച്ച് 34,077 രൂപ നൽകുമെന്ന് ഞങ്ങളെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ 28,000 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് നൽകിയത്. എന്നാൽ 34,077 രൂപ തന്നാൽ മാത്രമേ TV കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ പറയുകയും അവർ അത് നിരസിക്കുകയും ചെയ്തു. 42,000 രൂപ കൊടുത്ത് TV വാങ്ങിയിട്ട് വെറും 2 വർഷം മാത്രമേ ഞങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിച്ചുള്ളൂ. നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരാതി പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ആയതിനാൽ പ്രസ്തുത കമ്പനിക്കെതിരെ എന്ത് നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? പുതിയ TV പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് നിയമപരമായി എന്താണ് ചെയ്യേണ്ടത്? ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുമോ? ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കുന്നതിനുള്ള നിയമ നടപടികൾ എന്തെല്ലാമാണ്? ഈ കത്തിന് മറുപടി നൽകുന്നു കൺസ്യൂമർ കംപ്ലൈന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹനൻ CB. ശ്രോതാവിന്റെ പരാതി കേട്ടു. ഇവിടെ സാംസങ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന LED TV 41,900 രൂപയ്ക്ക് ശ്രോതാവ് വാങ്ങുകയുണ്ടായി. 2.5 വർഷക്കാലം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ TVക്ക് കംപ്ലൈന്റ് ഉണ്ടായി. അതിൻ്റെ പാനൽ ബോർഡ് കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. ഈ കംപ്ലൈൻറ്റ് ശ്രോതാവ് കമ്പനിയെ വിളിച്ചു പറയുകയും ടെക്നീഷ്യൻ വന്ന് പരാതി 2 പ്രാവശ്യം പരിഹരിച്ചു. എന്നാൽ വീണ്ടും ഈ കംപ്ലൈൻറ്റ് അതേപോലെ നിലനിൽക്കുകയായിരുന്നപ്പോൾ ശ്രോതാവിൻ്റെ ശക്തമായ ആവശ്യം നിമിത്തം കമ്പനി 28,000 രൂപ നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ശ്രോതാവ് അത് നിരസിച്ചു. ഇനി എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ശ്രോതാവിൻ്റെ ചോദ്യം. ഒരാൾ ഒരു സാധനം വാങ്ങുന്നത് കുറച്ച് നാൾ ഉപയോഗിക്കുവാൻ വേണ്ടിയല്ല, കുറച്ച് അധികം നാൾ ഉപയോഗിക്കുവാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെയിരിക്കെ ഇതിൻ്റെ വാറണ്ടി പീരീഡിനുള്ളിൽ ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്പനി എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും ഈ ഉൽപ്പന്നത്തിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടായാൽ അതിൻ്റെ സർവീസ് ലഭ്യമാക്കുവാനും അതിൻ്റെ സ്പെയർ പാർട്സ് ലഭ്യമാക്കുവാനും കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ശ്രോതാവിൻ്റെ ഈ കേസിൽ
ശ്രോതാവ് പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ കമ്പനി വന്ന് അത് പരാതി പരിഹരിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും 2 പ്രാവശ്യം അതേ പരാതി പരിഹരിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതേ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിരുന്നാലും ഉപഭോക്താവിൻ്റെ താല്പര്യം മുൻനിർത്തി കമ്പനി 28,000 രൂപ തന്ന് അത് പരാതി പരിഹരിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. 10 കൊല്ലക്കാലത്തേക്കാണ് ഒരാൾ TV വാങ്ങുന്നതെങ്കിൽ 2.5 വർഷം ഉപയോഗിച്ചു കഴിഞ്ഞു. ബാക്കി 7.5 വർഷത്തിൻ്റെ വിലയായ 28,000 രൂപയാണ് കമ്പനി ഉപഭോക്താവിന് ഇവിടെ നൽകിയത്. ഉപഭോക്താവിന് ഇത് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. എന്നിരുന്നാലും ഇത് നഷ്ടമാണ് എന്ന് തോന്നുന്നെങ്കിൽ ഉപഭോക്താവിന് നേരിട്ട് ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. എറണാകുളത്തുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ ഉപഭോക്താവിന് നേരിട്ടോ വക്കീൽ മുഖാന്തരമോ സമീപിക്കാം. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ കമ്പനിയുമായി സെറ്റിൽമെൻറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഉപഭോക്താവിന് അപ്പോഴും സെറ്റിൽ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ 1 കൊല്ലക്കാലം ഈ കേസിൻ്റെ തീരുമാനം ഉണ്ടാവാൻ ഉപഭോക്താവ് കാത്തിരിക്കേണ്ടി വരും. പരാതിയിൽ കമ്പനിയുടെ പ്രതിനിധിയുമായി വാഗ്വാദങ്ങളുണ്ടായി, വീടിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗമുണ്ടായി എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്പനിയുടെ പ്രതിനിധിയുമായി വാഗ്വാദങ്ങൾ നടത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഉപഭോക്താവിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാവുന്നതും അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അടുത്ത പരാതി കടവന്ത്രയിലെ KV സൈമണിൻ്റേതാണ്. നമുക്ക് പരാതി നോക്കാം. ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. എനിക്ക് 73 വയസ്സുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം ജോലിക്ക് പോകുവാൻ സാധിക്കുന്നില്ല. മരുന്നിനും ചികിത്സയ്ക്കുമായി മാസം ഒരു നല്ലൊരു തുക ആവശ്യമുണ്ട്. കഴിഞ്ഞ 16 മാസമായി കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ ലഭിച്ചിട്ട് 2025 ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ നിയമവേദിയിലേക്ക് കത്തയച്ചിരുന്നു. അന്ന് ലഭിച്ച മറുപടി ഇപ്രകാരമാണ്: ക്ഷേമ പെൻഷനു വേണ്ടി കെട്ടിട ഉടമകളിൽ നിന്നും സെസ് പിരിവ് കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകുമെന്നാണ്. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ ലഭിക്കുന്നില്ല. ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നൽകുന്നത് 23-24 വർഷങ്ങളിലെ കുടിശ്ശിക പെൻഷനാണ്. ആയതിനാൽ എന്നെ പോലെയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനും കുടിശ്ശിക പെൻഷൻ ലഭിക്കുന്നതിനും കാലതാമസം ഉണ്ടാവുമോ? കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 16 മാസത്തെ കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്നും അത് എന്ന് ലഭിക്കും എന്നും ചോദിച്ചുകൊണ്ട് ധാരാളം പരാതികൾ നിയമവേദിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മറുപടികൾ നിയമവേദിയിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ആ മറുപടി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഒരിക്കൽ കൂടി നിയമവേദി തിരുവനന്തപുരം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ചീഫ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി 2026 ജനുവരി മാസം നൽകിയ പെൻഷൻ 2024 സെപ്റ്റംബർ മാസം നൽകേണ്ട പെൻഷനാണ്. നിലവിൽ 15 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട്. ഫണ്ട് ലഭിക്കുന്നതിനനുസരിച്ച് ഓരോ മാസത്തെ കുടിശ്ശിക പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിച്ച മറുപടി. അടുത്ത പരാതി മലപ്പുറത്തു നിന്നും സുമതിയുടേതാണ്. പരാതി നോക്കാം. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി വില്ലേജിലാണ് താമസിക്കുന്നത്. 1997 എന്റെ വിവാഹം കഴിഞ്ഞു. രജിസ്റ്റർ വിവാഹമായിരുന്നു. ഇത്രയും കാലമായിട്ടും ഞങ്ങളെ എന്റെ വീട്ടുകാർ അംഗീകരിച്ചിട്ടില്ല. 2012 ഒരു ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് എന്റെ ഭർത്താവിന്റെ ഒരു വശം തളർന്നുപോയി. ഇപ്പോൾ റിക്കവറി സ്റ്റേജിലാണ്. എന്റെ അച്ഛൻ മരിച്ചിട്ട് 13 വർഷത്തോളമായി. എനിക്ക് പാരമ്പര്യ സ്വത്തിൽ അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കിട്ടാൻ ഞാൻ എവിടെയാണ് സമീപിക്കേണ്ടത്? എന്റെ അച്ഛന്റെ പേരിലുള്ള സ്വത്തിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അച്ഛന്റെ സ്വത്തിന്റെ കുറെ ഭാഗം സഹോദരന്മാരുടെ പേരിലേക്ക് മാറ്റിയതായും കുറച്ചു ഭാഗം വിൽപ്പന നടത്തിയെന്നതുമാണ്. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമ്മയെ കാണാനോ സംസാരിക്കാനോ സഹോദരന്മാർ സമ്മതിക്കാറില്ല. എനിക്ക് 5 സഹോദരന്മാരും 3 സഹോദരിമാരുമാണുള്ളത്. എന്റെ അമ്മയെ കാണുവാനും സ്വത്തിൽ അവകാശം കിട്ടുവാനും ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത്? അതിന് എന്തെല്ലാം നിയമ നടപടികളാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ഈ കത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമീഷ് കടുവനപ്പറമ്പിൽ. ഈ കത്തിൽ ഒന്നാമതായി ചോദിച്ചിരിക്കുന്നത് ചോദ്യകർത്താവിന് അവരുടെ പാരമ്പര്യ സ്വത്തിൽ അവകാശമുണ്ടോ എന്നാണ്. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ഉണ്ട് എന്നാണ് മറുപടി. പക്ഷേ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ അതിൽ ആധികാരികമായി ഒരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ മരിച്ചിട്ട് 13 വർഷമായി എന്ന് പറയുന്നുണ്ട് കത്തിൽ. ആദ്യമായി അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ പേരിലുണ്ടായ സ്വത്തുവകകളെ സംബന്ധിച്ച് വിൽപ്പത്രമോ മറ്റു കാരണങ്ങളോ എഴുതി വെച്ചിട്ടുണ്ടോ എന്നറിയേണ്ടതുണ്ട്.
അത്തരത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് അച്ഛൻ്റെ സ്വത്തുവകളുടെ അവകാശങ്ങൾ അച്ഛൻ്റെ കാലശേഷം വന്നു ചേരുകയുള്ളൂ. അപ്രകാരമുള്ള യാതൊരുവിധ ഡോക്യുമെന്റും ഇല്ലാത്ത സാഹചര്യത്തിലാണ് വ്യക്തി നിയമങ്ങൾ ബാധകമാവുകയുള്ളൂ. ചോദ്യകർത്താവിന് അച്ഛൻ്റെ സ്വത്തിൽ നിയമാനുസൃത പിന്തുടർച്ചാവകാശി എന്ന നിലയ്ക്കുള്ള അവകാശം ലഭിക്കുകയുമുള്ളൂ. അച്ഛൻ്റെ കുറെ സ്വത്തുക്കൾ സഹോദരങ്ങളുടെ പേരിലേക്ക് മാറ്റിയതായി അറിഞ്ഞതായി കത്തിൽ പറയുന്നുണ്ട്. അത് എപ്രകാരമാണെന്ന് അറിയേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഡോക്യുമെന്റുകൾ പ്രകാരമാണെങ്കിൽ അതിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. അല്ലാത്ത പക്ഷം നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടോ അച്ഛൻ ഇങ്ങനെ ഒരു മകളുണ്ട് എന്നത് അച്ഛൻ്റെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിലോ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് മുതലായ രേഖകൾ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം മൂടിവെച്ചാണ് അത്തരത്തിൽ സ്വത്തുവകകൾ സഹോദരങ്ങളുടെ പേരിലേക്ക് മാറ്റിയതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കോടതിയെ സമീപിച്ച് കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. അതിൽ സിവിൽ ക്രിമിനൽ കേസുകൾക്കുള്ള വകുപ്പുകളുണ്ട്. അച്ഛൻ്റെ പേർക്കുണ്ടായിരുന്ന വസ്തുവകളുടെ സർവേ നമ്പർ അറിയാവുന്ന നിലയ്ക്ക് ഇതിൽ കുറച്ച് സർവേ നമ്പറുകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഈ വസ്തുവകളുടെ നിലവിലെ അവകാശികളെ സംബന്ധിച്ച് വില്ലേജ് ഓഫീസിൽ തിരക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ വകകൾ സഹോദരങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എപ്രകാരമാണെന്നും അവിടെ അന്വേഷിക്കാവുന്നതാണ്. വില്ലേജിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം തിരക്കിക്കൊണ്ട് നേരിട്ട് അന്വേഷിച്ചിട്ട് അവർ നൽകിയില്ലെങ്കിൽ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുക്കുക വില്ലേജിൽ. അതുപോലെ തന്നെ അമ്മയെ കാണുന്നതിന് സഹോദരങ്ങൾ സമ്മതിക്കാതിരിക്കുന്നതിന് നിങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാവുന്നതാണ്. അമ്മയുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ എല്ലാ മക്കൾക്കും ഒരുപോലെ തന്നെ അവകാശമുണ്ട്. അടുത്ത പരാതി എഴുതിയിരിക്കുന്നത് കാലടിയിൽ നിന്നും രജനിയാണ്. പരാതി നോക്കാം. എന്റെ അച്ഛന് ഞങ്ങൾ 4 മക്കളാണ്. 2 ആണും 2 പെണ്ണും. 3 വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെയും സഹോദരിയുടെയും വിവാഹം കഴിഞ്ഞത്. അച്ഛന്റെ സ്വത്തിൽ നിന്നും 2 സഹോദരങ്ങൾക്ക് 10 സെന്റ് വീതം നൽകിയിരുന്നു. ബാക്കിയുണ്ടായിരുന്ന സ്ഥലം 20 ലക്ഷം രൂപയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പേ വിറ്റു. അതിൽ നിന്ന് 2 സഹോദരങ്ങളും 8 ലക്ഷം രൂപ വെച്ച് എടുക്കുകയും ചെയ്തു. എനിക്കും സഹോദരിക്കും 1 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. 2 പേരുടെ ചികിത്സയ്ക്ക് വേണ്ടിയും തറവാട് വിൽക്കുകയും ചെയ്തു. ആകെ 2 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി മാറ്റിവെച്ചത്. 3 വർഷം മുമ്പ് അച്ഛൻ മരണപ്പെട്ടു. 1 മാസം മുമ്പ് അമ്മ വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്തു. ഇളയ സഹോദരന്റെ വീട്ടിലാണ് അമ്മയുള്ളത്. മൂത്ത സഹോദരൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 18 ദിവസം അമ്മ ആശുപത്രിയിൽ കിടന്നിരുന്നു. അതിന് 1,80,000 രൂപയോളം ചിലവായി. ഇനി ചികിത്സയ്ക്ക് പണമില്ല. അച്ഛന്റെ പണവും സ്വത്തും കിട്ടിയിരിക്കുന്നത് സഹോദരങ്ങൾക്കാണ്. എന്നാൽ അവർ ഇപ്പോൾ അമ്മയെ നോക്കുവാനുള്ള ഉത്തരവാദിത്തം ഏൽക്കുന്നില്ല. കൂടാതെ മാനസികമായി പീഡനവും അമ്മ അനുഭവിക്കുകയാണ്. അമ്മയെ നല്ല രീതിയിൽ നോക്കുന്നതിനും നല്ല ചികിത്സ ലഭ്യമാക്കുന്നതിനും വേണ്ടി ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിയമപരമായി എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ള. കത്ത് സശ്രദ്ധം വായിച്ചു. ചോദ്യകർത്താവിന്റെ അച്ഛന് ഉണ്ടായിരുന്ന വസ്തുക്കൾ തുല്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് വീതം വെച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും അച്ഛനമ്മമാർ അവരുടെ സ്വത്ത് വീതം വെക്കുമ്പോൾ ഒരു തുല്യത പാലിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ചില മിടുക്കന്മാര് അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള മക്കൾ അവരുടെ വിഹിതം നേരത്തെ വാങ്ങിച്ചു കൊണ്ടുപോയി മറ്റുള്ളവർക്ക് പിന്നീട് കിട്ടാതെ വരുന്നതും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഈ ഭാഗം ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ വസ്തുക്കൾ ധനനിശ്ചയാധാരം വഴിയും മറ്റും കൈമാറുന്ന മക്കൾ തന്നെ ഈ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാനോ അവരുടെ ജീവിത ചെലവിന് വേണ്ടിയിട്ടുള്ള പണം നൽകാതിരിക്കുന്നതുമായോ ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അച്ഛനമ്മമാർ അവരുടെ വസ്തുക്കൾ മക്കൾക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ കഴിയുന്നതും തുല്യത പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും അങ്ങനെ അച്ഛനും അല്ലെങ്കിൽ അമ്മയ്ക്കും വസ്തുവിൻ്റെ ഉടമസ്ഥരായിട്ട് നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ വസ്തുവിൽ ജീവിക്കാനുള്ള ഒരു ലൈഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും, മരണം വരെ ആ വസ്തുവിൽ ആദായമെടുക്കുന്നതിനും അല്ലെങ്കിൽ അത് ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം നിലനിർത്തി തന്നെ വസ്തുക്കൾ മക്കൾക്ക് ധനനിശ്ചയം ചെയ്തോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ആധാരപ്പെടുത്തി കൊടുക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അതായത് മക്കൾക്ക് വസ്തുക്കൾ വീതിക്കുമ്പോൾ തുല്യമായും അച്ഛനമ്മമാർക്കുള്ള അവകാശം നിലനിർത്തിയും വീതിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ ഇനിയിപ്പോൾ ഈ കത്തിൽ പറയുന്ന വിഷയം ഓൾറെഡി ആ അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞു. ആ അമ്മ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. ആ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം പോലും വസ്തുക്കൾ കിട്ടിയ
മക്കൾ നൽകുന്നില്ല എന്നതുള്ളതാണ് ചോദ്യകർത്താവിന്റെ പരാതി. ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും ജീവനാംശത്തിനും വേണ്ടിയിട്ടൊരു നിയമം നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ദി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. ആ നിയമം അനുസരിച്ച് അച്ഛനമ്മമാരുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും ജീവനാംശവും ഉറപ്പുവരുത്തണമെന്നുണ്ട്. കേരളത്തിൽ അതിപ്പം RDOയ്ക്കാണ് അതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്. RDOയെ സമീപിക്കുകയും RDOയുടെ മുമ്പിൽ ഒരു പരാതി, ഈ ചികിത്സയ്ക്ക് വകയില്ലാത്ത അമ്മയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടാനും മറ്റു മക്കളിൽ നിന്ന് അതിനുള്ള തുക ഈടാക്കിയെടുക്കാനും ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മകളെന്ന നിലയിലോ നിങ്ങൾ പരാതി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് RDO ഇടപെടുകയും വില്ലേജ് ഓഫീസർ മുഖേന അന്വേഷണം വരികയും ആ അമ്മയുടെ ക്ഷേമവും ചിലവിന് കൊടുക്കാനുള്ള കാര്യങ്ങളും മരുന്ന് തുകയ്ക്കും ഉള്ള ഒരു മാർഗം RDO ഒരു ഉത്തരവ് പ്രകാരം നൽകുകയും ചെയ്യും. നിങ്ങളുടെ ഏത് RDOയുടെ അധികാരപരിധിയിലാണോ നിങ്ങൾ വരുന്നത് ആ RDO സമീപിച്ച് അതിനുള്ള അപേക്ഷ തയ്യാറായി കൊടുത്തു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ചികിത്സയും മറ്റു ചെലവുകളും അല്ലെങ്കിൽ അവർക്കുള്ള ജീവനാംശം കിട്ടാനുള്ള നടപടികളും RDO സ്വീകരിക്കുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം തേടാവുന്നതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിങ്ങൾക്ക് സൗജന്യ നിയമ സഹായം ചെയ്തു തരുന്നതാണ്. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.